ഈ ഒരു പിക്ചർ കണ്ടോ? ഈ ഒരു കേക്ക് ഡിസൈനാണ് കേട്ടോ നമ്മളോട് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന കേക്കിന് അത്രയും കളറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ അത്രയും കളറ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിനൊരു ബിറ്റർ ടേസ്റ്റ് വരും, ഒരു കയ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും. നമുക്കത് വായിൽ വെക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാനിത് വൈറ്റ് ക്രീമിൽ ചെയ്തെടുത്തിട്ട് പുറത്ത് മാത്രം ചെറിയൊരു ഇത് ക്രീമിൻ്റെ ചെറുതല്ല, ഇതിൽ തന്നെ ഇപ്പം അത്യാവശ്യം കളർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല, കേക്ക് കഴിക്കാൻ പറ്റുകയില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് നമുക്കൊരു കല്യാണത്തിന്, അതായത് ക്രിസ്ത്യൻ കല്യാണത്തിന് നമുക്ക് അവിടെ സ്റ്റേജിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഡറായിരുന്നേ. അപ്പോൾ ഇത് തലേദിവസമാണ് പറയുന്നത്. തലേദിവസം ഒരു 8-8:30 ആകുമ്പോഴത്തേനാണ് നമ്മളോട് ഇത് പറയുന്നത്. നമുക്കപ്പം ഡമ്മി ആയിരുന്നു താഴത്തെ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഡമ്മിയൊന്നും വാങ്ങിക്കാൻ യാതൊരു ഓപ്ഷനും ഇല്ല. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് കേക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കേക്കാക്കി താഴെയും മുകളിലും ടയറിൽ കേക്കാക്കി, എന്നിട്ട് ബാക്കിയുള്ള ഡിസൈൻസ് എല്ലാം അതുപോലെ തന്നെ ചെയ്തു. ഹേർട്ട് വൈറ്റ് കളറിലും ഈ ഗേളിൻ്റെ ഉടുപ്പ് നമ്മൾ ഫോണ്ടൻറ്റിലാണ് ചെയ്തേക്കുന്നത്. അതും വൈറ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് കളറ് റോസും വേണമെന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേനും ഫ്ലവർ ഷോപ്പ് ഓപ്പൺ ആവുമല്ലോ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല, നമുക്ക് ആ ഒരു സമയം ആകുമ്പോഴത്തേനും ഫ്ലവർ എങ്ങനെയും റെഡിയാക്കും. പക്ഷേ എൻ്റെ ടോപ്പർ ഉണ്ടായിരുന്നില്ല ഗൈസ്. അയ്യോ, ഞാൻ കോന്നിയിൽ ഞാൻ പോവാത്ത കടയില്ല. അവസാനം ഒരു കേക്കിൻ്റെ ഷോപ്പിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അവൻ്റെ അപ്പുറത്തെ കടയിലെ ചേട്ടനോട് ചോദിച്ച് അവർ പിന്നെ ഓണറിനെ വിളിച്ച് ആ ഓണറിനോട് എപ്പോൾ കട തുറക്കുമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ ടോപ്പർ ഭയങ്കര ഇതിലായിട്ട് നമ്മളിത് വാങ്ങി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന ഓർഡറായിരുന്നു. തലേദിവസം രാത്രി 8:30-9 മണി ആകുമ്പോഴാണ് ഈ ഒരു പരിപാടിയൊക്കെ. അപ്പം ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം 9 മണിക്ക് ഇത് കൊടുക്കുകയും വേണം. സോ രാത്രി ഞാൻ ഉറക്കളച്ചിട്ട് ആ കേക്ക് ഞാൻ ഈ ഒരു കളറെല്ലാം കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഫ്ലവറെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷം. എന്നാന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു കേക്ക് ഭയങ്കര